നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അവധിക്കച്ചവടത്തിന്റെ പേരിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതി പിടിയിൽ. പിടിയിലായത് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ. അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിൽ നിന്ന്. മൂന്നാർ ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ. സർക്കാർ ഭൂമിയിൽ പട്ടയം കിട്ടിയെന്ന് കാണിച്ചായിരുന്നു ഭൂമി കയ്യേറിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും കണ്ടെത്തൽ. കാന്തല്ലൂരിലടക്കം സംസ്ഥാനത്ത് കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയതായി RRTകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യം ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വനവകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും RRTകൾ സ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. തിരുവോണത്തിനായി സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ കട്ടപ്പന ടൗണിലും മാർക്കറ്റിലും അനുഭവപ്പെട്ടത് ആളുകളുടെ വൻ തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. അവധിക്കച്ചവടത്തിന്റെ പേരിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതി പിടിയിൽ. പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറാണ് പിടിയിലായത്. ആലപ്പുഴയിൽ നിന്നുമാണ് അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടെ അടിമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവധി കച്ചവടത്തിന്റെ പേരിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയെന്നാണ് പ്രതിക്കെതിരെയുള്ള കേസ്. എൻഗ്രീൻ എന്ന കമ്പനിയുടെ പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 2023 ഒക്ടോബറിൽ കൊന്നത്തടി രാജകുമാരി അടിമാലി മേഖലയിലെ കർഷകരിൽ നിന്ന് ഏലക്ക സംഭരിച്ചു തുടങ്ങി. ഒരു മാസത്തെ അവധിക്ക് ഏലക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയിൽ നിന്ന് കിലോയ്ക്ക് 500 മുതൽ 1000 രൂപ വരെ അധികം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഏലക്ക വാങ്ങിയത്. ആദ്യ 2 മാസം കൂടുതൽ തുകയും നൽകി. ഇതോടെ കർഷകർ കൂട്ടമായി സെന്ററിൽ തങ്ങളുടെ ഏലക്ക എത്തിച്ചു തുടങ്ങി. ഏലക്ക നൽകുമ്പോൾ രസീത് മാത്രമാണ് കർഷകർക്ക് കൊടുത്തിരുന്നത്. ഈ രസീതുമായി എത്തിയാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈയിലാണ് അവസാനമായി ഏലക്ക എടുത്തത്. പിന്നീട് ഇയാൾ മുങ്ങി. തുടർന്ന് കർഷകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും പ്രതിയെ പിടികൂടുകയുമാണ് ഉണ്ടായത്. മൂന്നാർ ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലെന്ന് കണ്ടെത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ ഭൂമിയിൽ പട്ടയം കിട്ടിയെന്ന് കാണിച്ചായിരുന്നു ഭൂമി കയ്യേറിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതുമെന്നാണ് കണ്ടെത്തൽ. കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിച്ച ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം. അനധികൃത നിർമ്മാണം നടത്തിയവർ, കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പുറമ്പോക്ക് ഭൂമിക്ക് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ വില്ലേജ് ഓഫീസറുടെ നടപടിയും തെറ്റാണ്. പരിശോധന നടത്താതെ സ്ഥലത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കയ്യേറ്റം വഴി നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമുണ്ടായി. വലിയ പാരിസ്ഥിതിക ആഘാതം പ്രദേശത്തുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉത്തരമേഖല IG K സേതുരാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് കൂട്ടുനിന്നോ എന്ന് വിശദമായി പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. NOC ഇല്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുന്ന കാര്യത്തിൽ വനം, റവന്യൂ, പോലീസ് വകുപ്പുകൾക്ക് വീഴ്ച പറ്റി. സ്ഥലത്ത് അനധികൃതമായി പാറ പൊട്ടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. പുൽമേടുകൾ ഉൾപ്പെടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ചൊക്രമുടി ഭൂവിവാദങ്ങൾക്കിടെ തന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശ വിഷയത്തിൽ പ്രതികരിച്ച് ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദ ഭൂ ഉടമയും അടിമാലി സ്വദേശിയുമായ CB ജോസഫ്. മുമ്പ് ഭൂമി അളന്നു തിരിച്ചു വരുന്ന കാര്യത്തിനായി താൻ മന്ത്രിയെ സമീപിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ബന്ധപ്പെട്ടവർ പരിശോധിച്ച് ഉറപ്പുവരുത്തട്ടെ എന്ന് CB ജോസഫ് പറഞ്ഞു. താൻ അത്തരത്തിൽ മന്ത്രിയെ കണ്ടിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെയും അന്വേഷണം വേണമെന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും ഈ സംഭവങ്ങൾക്ക് പിന്നിലൊക്കെ പ്രവർത്തിച്ച കള്ളനാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും CB ജോസഫ് പറഞ്ഞു. ഇതിൻ്റെ റീസർവേ നടപടികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തത്തിൽ ഞാൻ പറയാം. കാരണം ഇത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അപേക്ഷ കൊടുത്തത്. വസ്തു അതിരുകൾ നിർണ്ണയിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്ന റീസർവേ അതോറിറ്റിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അതിരുകൾ പുനർനിർണ്ണയിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റീസർവേ നടപടികൾ തന്നെ പറയുന്നത് കള്ളമാണ് അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ അതിരുകൾ നിർണ്ണയിച്ച് അതിർത്തി നിർണ്ണയിച്ച് തരിക എന്നുള്ളതാണ് അപേക്ഷകളിൽ പറഞ്ഞിരിക്കുന്നതും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ്. അതിനുവേണ്ടി ഒരു മിനിസ്റ്ററെ കാണേണ്ട കാര്യമോ ഇല്ല. കാരണം ഞാനിതിനകത്ത് എൻ്റെ പേരിൽ വസ്തുവില്ല,
ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഈ മുൻ പട്ടയക്കാരനിത് പലതവണയും 2010 മുതൽ പല സ്ഥലങ്ങളിലും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇത് അതിർത്തി നിർണ്ണയിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ നിലവിൽ അവരുടെ ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ ഒരു നോട്ടക്കാരൻ മാത്രമേ ഉള്ളത് കൊണ്ടും ഇങ്ങനെ കാലതാമസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വസ്തു കച്ചവടം ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ നടുവുകൾ അവർ സ്പീഡിലാക്കി നമുക്കിത് അവർ അളന്ന് തിരിച്ച് അതിർത്തി നിർണ്ണയിച്ച് വന്നു. ഞാൻ അത് പ്രകാരം ഭൂമി വാങ്ങി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓഡിയോ സന്ദേശം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെതിരെയൊക്കെ നല്ല അന്വേഷണം വരണം. ഇതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെയും ഇത് വെളിച്ചത്ത് കൊണ്ടുവരണം. ആ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പ്രകാരം PV-യിൽ ഇത് നോട്ട് ചെയ്ത് കരമടച്ച് പോക്കൂറ് ചെയ്ത് വന്നിരിക്കുന്ന വസ്തുക്കളാണ്. കാരണം ഞാൻ അല്ല ആദ്യം പോക്കൂറ് ചെയ്യുന്നത്. ആദ്യം 88-ൽ ഈ വസ്തു ഒന്ന് പോക്കൂറ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 94-ൽ പോക്കൂറ് ചെയ്തിട്ടുണ്ട്. പിന്നെ 95-ൽ പോക്കൂറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഇപ്പോഴും പോക്കൂറ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോക്കൂരവ് നടക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വ്യാജപ്പട്ടയം ഉണ്ടായ സാധനം ഇത്രയും പോക്കൂരവ് നടക്കും. കാന്തല്ലൂരിലടക്കം സംസ്ഥാനത്ത് കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയതായി RRTകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യം ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും RRTകൾ സ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കഴിഞ്ഞ 2 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ വന്യജീവി ആക്രമണത്തിൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൊതുവെ ഈ ഒരു 2 മാസക്കാലത്തെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ വന്യജീവികൾ വന്ന് നാട്ടിലിറങ്ങി മനുഷ്യനെയും കൃഷിയെയും നശിപ്പിക്കുന്നതിന് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണവും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമമായ പ്രവർത്തനമുണ്ടാകും. ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ശക്തി വനംവകുപ്പിനില്ല എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് വനംവകുപ്പിൻ്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും RRTകൾ സ്ഥാപിച്ചും ആ പ്രശ്നം പരിഹരിക്കാനേ കഴിയുള്ളൂ. പുതുതായി കുറച്ച് RRTകൾ അനുവദിക്കണമെന്ന കാര്യം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്ന ഘട്ടത്തിൽ വലിയ കാലതാമസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ധനമന്ത്രിക്ക് ധാരാളം സാമ്പത്തിക പരിമിതികളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഗവൺമെൻറ് പക്ഷേ വനംവകുപ്പിനോട് വലിയ ഉദാരമായ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ധനവകുപ്പ് നല്ല നിലയിലാണ് വനംവകുപ്പിനെ സഹായിക്കാറ്. അപ്പോൾ ശക്തിപ്പെടുത്തുന്ന കാര്യം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. തിരുവോണത്തിനായി സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ കട്ടപ്പന ടൗണിലും മാർക്കറ്റുകളിലും ആളുകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈകുന്നേരത്തോടെ വാഹനപ്പെരുപ്പത്തിൽ ടൗണിലെ റോഡുകളിലും മറ്റും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കേരളക്കരയുടെ ഉത്സവമായ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. അത്തം തുടങ്ങിയുള്ള 10ാം ദിനം ഓണം ആഘോഷിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലായിരുന്നു ജനങ്ങൾ. ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും വാങ്ങുന്നതിനായി നിരവധി ആളുകളാണ് ടൗണുകളിലേക്കും മറ്റും എത്തിയത്. പൊതുമാർക്കറ്റ് അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഓണത്തിരക്ക് വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ് നൽകിയത്. കാബേജ് 40 രൂപയായിരുന്നു. എല്ലാം പൊതുവെ മൊത്തത്തിൽ വില കുറവാണ് എല്ലാ ഐറ്റത്തിനും. പിന്നെ വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കൊക്കെ 40 രൂപ ഒരു കിലോ വിൽക്കുന്നത്. ഉത്രാടത്തിന് കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. രാവിലെ തൊട്ട് നല്ല തിരക്കായിരുന്നു. പച്ചക്കറികളും തുണിത്തരങ്ങളും അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കളും വാങ്ങുവാനായി 2 ദിവസമായി കട്ടപ്പനയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആളുകളുടെ എണ്ണത്തിന് പുറമെ ടൗണിൽ ഉണ്ടായ വാഹനപ്പെരുപ്പമാണ് ഓണത്തിന്റെ തിരക്ക് ദൃശ്യമാക്കിയത്. ടൗൺ റോഡുകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. രാത്രി വൈകിയും നഗരത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അടിമാലി മാങ്കടവിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുക്കുടം മുതിരപ്പുഴ സ്വദേശി ശ്യാംദാസ് ആണ് മരിച്ചത്. പുഴക്കരയിൽ യുവാവിന്റെ ഇരുചക്ര വാഹനവും ചെരുപ്പും കണ്ടതോടെയായിരുന്നു ശ്യാംദാസ് പുഴയിലെ ഒഴുക്കിൽ അകപ്പെട്ടതായി സംശയം ഉയർന്നത്. യുവാവിനെ കണ്ടെത്താൻ വെള്ളിയാഴ്ച പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. രാവിലെ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കല്ലാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മുക്കുടം മുതിരപ്പുഴ സ്വദേശിയായ ശ്യാംദാസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പുഴക്കരയിൽ യുവാവിന്റെ ഇരുചക്ര വാഹനവും ചെരുപ്പും കണ്ടതോടെയായിരുന്നു ശ്യാംദാസ് പുഴയിലെ ഒഴുക്കിൽ അകപ്പെട്ടതായി സംശയം ഉയർന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മാങ്കടവ് ക്ഷേത്രത്തിന് സമീപം കല്ലാർപ്പുഴയിൽ യുവാവ് മീൻ പിടിക്കാൻ എത്തിയതായി പറയപ്പെടുന്നു. പിന്നീട് യുവാവിനെ കാണാതാവുകയായിരുന്നു. ശ്യാംദാസ് തിരികെ വീട്ടിൽ എത്താതെ വന്നതോടെയാണ് ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ സേനാ വിഭാഗങ്ങളുടെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ കഴിഞ്ഞ ദിവസവും പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രാവിലെയാണ് മൃതദേഹം പുഴയിൽ കണ്ടത്. അടിമാലി ഫയർഫോഴ്സും പോലീസും എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.
കുമളി 1-ാം മൈലിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ 60 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുമളി വലിയകണ്ടം സ്വദേശി അനൂപ് വർഗീസ്, കൊല്ലംപട്ടണ സ്വദേശി ബിക്കു ഡാനിയൽ എന്നിവരാണ് പിടിയിലായത്. ഇവർ MDMA കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. 1-ാം മൈൽ എക്സ്ചേഞ്ച് പടി ഭാഗത്ത് പോലീസ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിക്കുന്നതിനിടയിൽ മുൻവശത്തിരുന്നയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് വാഹനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഡാഷ്ബോർഡിനുള്ളിൽ നിന്നും സിപ്പ് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യാണെന്ന് ഇരുവരും മൊഴി നൽകി. പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച KL 37F 6785 എന്ന നമ്പറിലുള്ള കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുമളി SI ലിജോ പി മണി, മറ്റ് ഉദ്യോഗസ്ഥരായ സുനിൽ PK, സനൽ സോമൻ, ജിബിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പരിഹാരം തേടി തിരുവോണനാളിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തുമെന്ന ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം. ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് CP മാത്യു പറഞ്ഞു. ജലസേചന മന്ത്രി 12 വർഷം മുൻപ് ചപ്പാത്തിൽ അവിടെ സത്യഗ്രഹം എന്നപ്പോൾ പറഞ്ഞു ഇത് ഉടനെ തന്നെ തകരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ്. 12 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുള്ളി നേരെ കീഴ്മേൽ മറിയുകയാണ്. മന്ത്രിക്ക് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോ തിരുവനന്തപുരത്ത് 4 ദിവസം കുടിവെള്ളം മുട്ടിയതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ അതുപോലെ തന്നെയാണ് ഇതും ആവർത്തിക്കാൻ സംശയം. മോർവി അണക്കെട്ടിന്റെ ദുരന്തം ചരിത്രത്തിൽ രേഖയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള സൂർക്കിയും കല്ലും ചുണ്ണാമ്പ് മിശ്രിതവും ചേർത്ത ഏറ്റവും പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. തമിഴ്നാടിന് ജലവും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും, അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. അതിനുവേണ്ടിയാണ് എല്ലാവരും ദേശീയ ഉത്സവമായി ലോകത്ത് എവിടെ മലയാളികളുണ്ടെങ്കിലും അവിടെ എല്ലാം തിരുവോണം കൊണ്ടാടുന്ന ദിവസമാണ്. അതിന് മതമോ ജാതി ഒന്നുമില്ല. പക്ഷേ ആ ഉത്സവ ദിവസം തന്നെ അന്നേ ദിവസം ആഹാരം ഉപേക്ഷിച്ച് തിരുവോണനാളിൽ ഉപവസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന് ഗൗരവം കൊടുക്കുന്നതാണ്. കേരള ഹൈഡൽ ടൂറിസം ജീവനക്കാരും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തും. 22 വർഷമായി നൽകിവന്ന ബോണസ് 2 വർഷമായി നിഷേധിക്കുന്നതിനെ തുടർന്നാണ് പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിന് മുൻപിൽ ജീവനക്കാർ കുടുംബവുമായി സമരം നടത്തുന്നത്. ഹൈഡൽ ടൂറിസം ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നിസ്സാര ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ് ടൂറിസം ജീവനക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ബോണസ് ബാധകമാക്കി ഇറക്കിയ ഉത്തരവ് ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഹൈഡൽ ടൂറിസം ജീവനക്കാരും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തുന്നതെന്ന് CITU INTUC പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതിയതായി വന്ന ഡയറക്ടർ വന്നത് മുതൽ 2 കൊല്ലമായി അവരുടെ ബോണസ് ഇതുവരെ അവർക്ക് കൊടുക്കാനോ അത് ഒന്ന് കാലാകാലങ്ങളിൽ ട്രേഡ് യൂണിയനുകളെ കൂപ്പിട്ട് ചർച്ചകൾ നടത്തി ധന്യമായ ഒരു പ്രശ്നങ്ങൾ പരിഗണിക്കുവാനോ ഇതുവരെ മാനേജ്മെൻറ്റ് തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് ഇന്ന് തൊഴിലാളികൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഒന്ന് തന്നെ തൊഴിലാളികൾക്ക് ഹൈഡൽ ടൂറിസത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് 1 മാസ ശമ്പളം ബോണസായി അനുവദിക്കണം. അത് ഓണത്തിന് മുമ്പ് അവരുടെ ബോണസ് അനുവദിച്ച് കൊടുക്കണം എന്നൊരു ആവശ്യമാണ് നമ്മൾ ആദ്യം ഉന്നയിക്കുന്നത്. ബോണസിൻ്റെ ഇതിൽ ഒന്ന് അടിയന്തരമായി ട്രേഡ് യൂണിയൻ ലീഡേഴ്സുകളെ വിളിച്ചു വരുത്തി ഒന്ന് സംസാരിച്ച് ഈ പ്രശ്നം ഗണ്യമായി തീർത്ത് ഈ സ്ഥാപനം നന്നായിട്ട് പോകണം എന്നൊരു അഭിപ്രായമാണ് നമുക്ക് എത്തുന്നത്. കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടായിട്ടും ഈ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഡയറക്ടർ അയാൾ ഒരു ആന്ധ്രാക്കാരനാണ് പറയുന്നത്. ഇപ്പുറത്ത് നമുക്കിപ്പം ആന്ധ്രാക്കാരനോ തെലുങ്കാനക്കാരനോ ചിലപ്പോൾ യാതൊരു ഇരുന്നോട്ടെ കേരളത്തിൻ്റെ ഒരു കൾച്ചറെ മനസ്സിലാക്കി കേരളത്തിൻ്റെ സമൂഹവും ജനങ്ങളുള്ള കൾച്ചർ മനസ്സിലാക്കി അതിനെ തമിഴ്നാട്ടിലുള്ള നടപടി സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. വലിയ പ്രമാണി ഫാമിലിയിലോട്ട് വന്നായിരിക്കും അതൊക്കെ ശരിയായിരിക്കും. ഇതിന് മുമ്പും തൊഴിലാളികളെ സമരത്തോടുണ്ട് ഒരു ധിക്കാരപരമായ സമീപനമായിരിക്കും. ഏതായാലും ഒരു കാരണമുണ്ട് ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് നഷ്ടത്തിൽ എത്തിക്കാനും കൂട്ടാനുമുള്ള ഒരു സംവിധാനം പുള്ളിക്ക് കൊണ്ടുപോകണം എനിക്ക് അറിയത്തില്ല.
ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി. തിരുവോണനാളിൽ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹൈഡൽ ടൂറിസം ജീവനക്കാരുടെ നിരാഹാര സമരം വലിയ തിരിച്ചടിയാകും. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അനുശോചനം അറിയിച്ച കട്ടപ്പനയിൽ അനുസ്മരണ യോഗവും മൗനജാഥയും നടത്തി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നിരവധി രാഷ്ട്രീയ നേതാക്കൾ മൗനജാഥയിലും തുടർന്ന് നടന്ന യോഗത്തിലും പങ്കെടുത്തു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യെച്ചൂരിക്ക് പകരമായി മറ്റൊരു യെച്ചൂരി ഉണ്ടാകുകയില്ല. ഏതൊരു വിഷയത്തിലും പഠനം നടത്തി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് CV വർഗീസ് പറഞ്ഞു. യെച്ചൂരിക്ക് പകരം ഇനി ആരെന്ന് ചോദിച്ചാൽ മറ്റൊരു യെച്ചൂരി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും CPMന് ജനറൽ സെക്രട്ടറി ഉണ്ടാവും. അതിൻ്റെ പ്രയാണത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സഖാവ് EMS മരിക്കുമ്പോൾ കാലത്തിന് മുമ്പേ നടന്ന EMSന് പകരം മറ്റൊരു EMS ഇല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യെച്ചൂരിക്ക് പകരമായി മറ്റൊരു യെച്ചൂരി ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ആ 14ാം പാർട്ടി കോൺഗ്രസ് ശാശ്വതയ്ക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ 14ാം പാർട്ടി കോൺഗ്രസിൻ്റെ ആ ശരിയായ പ്രത്യശാസ്ത്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച അതേ മധുരയിലാണ് CPMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസും ചേരുന്നത് എന്ന സവിശേഷതയുണ്ട്. ആ 24ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയുടെ ദേശകാല രാഷ്ട്രീയ പരിസ്ഥിതിക്കനുസരിച്ച് മാർക്സിയ ദർശനത്തെ എങ്ങനെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ബദലിൻ്റെ ശക്തമായി ഒരടവിലായി രൂപീകരിക്കാൻ അതിൻ്റെ പണിപ്പുരയിലായിരുന്നു സഖാവ് യെച്ചൂരി എന്ന് നമുക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു പോന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള നേതാവായിരുന്നു യെച്ചൂരി എന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരിച്ചു. ഒരു 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന് വളരെ ആകസ്മികമായിട്ടാണ് തിരശ്ശീലയിട്ട് സീതാറാം യെച്ചൂരി കടന്നുപോയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രായോഗികമായ സമീപനം സ്വീകരിച്ചു പോയ ഒരു മാർക്സിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു നേതാവിനെയാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിരുന്ന നേതാവായിരുന്നു യെച്ചൂരി എന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീനഗരി രാജൻ പറഞ്ഞു. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള JNUവിൽ സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നീട് ഗവേഷണവും ഡോക്ടറേറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ തിരക്കിട്ട ജോലിക്കിടയിൽ അതിനൊന്നും പോകാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നേതൃത്വം കൊടുക്കുകയാണ്. 1991 പാർട്ടിയുടെ ചെന്നൈ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ അക്കാലത്ത് പ്രതിനിധിയായിരുന്നു. ആ സമ്മേളനത്തിലാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സഖാവ് EMS ഒക്കെ മുൻകൈയെടുത്ത് സഖാവ് പ്രകാശ് കാരാട്ടിനെയും യെച്ചൂരിയെയും ഒക്കെ ആ സമ്മേളനത്തിൽ പ്രസീഡിയത്തിൽ ഇരുത്തുകയും രാഷ്ട്രീയ സംഘടനാ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നൊരു സംവിധാനം രൂപീകരിച്ച് അതിനെ അംഗമാകുകയും 3 വർഷം കഴിയുമ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കുകയും അങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെയൊക്കെ ഞാൻ തീരുമാനിച്ചത്. അന്ന് മുതൽ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ നേതാവാണ്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് M തോമസ്, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരികൾ തുടങ്ങിയവർ മൗനജാഥയിലും അനുസ്മരണ യോഗത്തിലും പങ്കെടുത്തു. വർഷങ്ങളായി നാട്ടുകാരുടെ നടുവൊടിക്കുന്ന ഒരു റോഡുണ്ട് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 5ാം വാർഡിൽ. ആനച്ചാൽ ആമക്കണ്ടം മേരിലാൻഡ് റോഡാണ് നിർമ്മാണ ജോലികളുടെ അഭാവത്താൽ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാനതകളില്ലാത്ത യാത്രാക്ലേശമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ആനച്ചാൽ മുതൽ മേരിലാൻഡ് വരെയുള്ള 4 കിലോമീറ്ററിനടുത്ത് വരുന്ന റോഡാണ് കുറച്ചധികം വർഷങ്ങളായി പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുന്നത്. ഈ മേഖലകളിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ റോഡ്. ഏതൊരാവശ്യത്തിനും ഇവർക്ക് ഈ റോഡിലൂടെ ആനച്ചാൽ ടൗണിലെത്തണം. എന്നാൽ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം റോഡ് തകർന്നു കിടക്കുന്നുവെന്നാണ് പരാതി. ഇത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമാനതകളില്ലാത്ത യാത്രാക്ലേശം സമ്മാനിക്കുന്നു. ആനച്ചാൽ ആമക്കണ്ടം മേരിലാൻഡ് റോഡ്
അന്ന് മുതൽ ഏകദേശം 99 മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കാൻ ഇതിൽ സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഈ വഴിയിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് റോഡ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർ വരികയും അത് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിൽ വളരെ മോശകരമായിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് റോഡിൻ്റെ അവസ്ഥ മാറ്റിയിട്ട് അവരുടെ വണ്ടികളെല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഗവൺമെൻറ് ബോധ്യപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് അധികാരികളും ഇത് നേരിൽ കണ്ടുവന്ന് ബോധ്യപ്പെട്ട് എത്രയും വേഗം ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് യാത്രായോഗ്യമാക്കണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. സ്കൂൾ ബസ്സുകളടക്കം ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ്. ഓട്ടോറിക്ഷകൾക്കും മറ്റു ചെറുവാഹനങ്ങൾക്കും തകർന്നു കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുന്നു. ഇതുമൂലം ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കുന്നു. പ്രായമായവരും രോഗികളുമൊക്കെ ഈ റോഡിലൂടെ നടുവൊടിഞ്ഞു വേണം യാത്ര ചെയ്യാൻ. അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. നാളുകൾക്ക് മുമ്പ് ചില നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് നിലച്ചതായി നാട്ടുകാർ പറയുന്നു. റോഡിന് ശാപമോക്ഷമുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ പശുമല പുതുക്കാട്ടിൽ സ്കൂൾ വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും സ്കൂൾ കുട്ടികളുമായി പശുമല പുതുക്കാട്ടിലേക്ക് പോകുകയായിരുന്ന ട്രിനിറ്റി ഗാർഡൻ സ്കൂൾ ബസും പശുമല പുതുക്കാട്ടിൽ നിന്നും യാത്രക്കാരുമായി വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരായ ഗിരീഷ്, ബിന്ദു എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ രതീഷിനും പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ ഗിരീഷ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിന് ഒടിവ് സംഭവിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ രതീഷിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനി ഭാഗത്ത് വഴിവിളക്കുകളുടെ അഭാവം പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു. വന്യജീവികളുടെയും തെരുവ് നായ്ക്കളുടെയും ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് വഴിവിളക്കുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. തെരുവ് നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ഭീഷണി നിലനിൽക്കുന്ന കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിപ്പടി ഉൾപ്പെടുന്ന ഭാഗത്താണ് വഴിവിളക്കുകളുടെ അഭാവം പൊതുജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. കാട്ടാന ഉൾപ്പെടെ ഈ മേഖലയിൽ എത്താറുണ്ട്. കോളനിയിൽ ആൾതാമസമില്ലാത്ത പല ഭാഗങ്ങളിലും വഴിവിളക്കുകൾ അനാവശ്യമായി സ്ഥാപിച്ചിട്ടുള്ളതായും ആരോപണമുണ്ട്. ഞങ്ങളുടെ ഈ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽ നമുക്ക് ഈ വളരെ ദയനീയമായിട്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഒരു അപാകത ഉണ്ട്. കാര്യം ഈ പ്രദേശങ്ങളിൽ ഈ കാട്ടുമൃഗങ്ങളുടെയും പേപ്പട്ടികളുടെയൊക്കെ ശല്യം കാരണം ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് ഇറങ്ങി നടക്കാനും അവർക്ക് ആവശ്യമായ ഒരു സംരക്ഷണം ഈ രാത്രികാലങ്ങളിൽ കിട്ടുന്നില്ല. അതിന് നമ്മുടെ ഈ പ്രദേശത്തെ വഴിവിളക്കുകൾ അത്യന്താപേക്ഷിതമായിട്ട് വേണം. അത് ബന്ധപ്പെട്ട അധികൃതർ അത് നടത്തിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണവും വന്യമൃഗശല്യവും രൂക്ഷമായിരിക്കുന്ന പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേഖലയിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകൾ പലതും പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ കഴിഞ്ഞു. അടിയന്തരമായി അധികൃതർ ഇടപെട്ട പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് തോപ്രാംകുടിയിൽ നടന്നു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനായിട്ടാണ് മിഷൻ 2025 എന്ന പേരിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തിയത്. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കമ്മിറ്റി നല്ല മുഖമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഊർജ്ജസ്വലമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ, മനുഷ്യബന്ധമുള്ള വീടുകളുമായി നിരന്തരമായി ബന്ധമുള്ള എന്ത് പ്രശ്നങ്ങളിലും ഓടിയെത്തുന്ന, പ്രത്യേകിച്ച് അവൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഒരു മരണ വീട്ടിൽ ഒരു അസുഖം കൊണ്ട് ഒരാൾക്കറിഞ്ഞാൽ പ്രായമായ പഴയ കോൺഗ്രസ്സുകാരെ സന്ദർശിക്കുന്ന കാര്യത്തിൽ അതുപോലെ വീടാന്തരം കയറി ബന്ധമുള്ള ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ നിങ്ങൾ തീരുമാനിക്കണം. 18 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വരുമ്പോൾ തന്നെ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയുടെ വളരെ സജീവമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് പരിപാടി വരാൻ പോവുകയാണ്. KPCC ഇട്ടിട്ടുണ്ട്. പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യണമെന്നതാണ് KPCCയുടെ പ്രത്യേകമായ ഒരു നിർദ്ദേശം. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ക്ലാസുകൾ നയിച്ചു. AP ഉസ്മാൻ, തോമസ് മൈക്കിൾ, ജെയ്സൺ കെ ആന്റണി,
അഡ്വക്കേറ്റ് കെ ബി സുൽവം, ബാബു കുമ്പിളുവേലിൽ, ST അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 10ാം വർഷവും നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുമായി രാജാക്കാട്ടിലെ പൊതുപ്രവർത്തകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ജോഷി കന്യാക്കുഴിയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നിർധന കുടുംബങ്ങൾക്ക് മുടങ്ങാതെ ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകുന്നത്. ഈ വർഷവും 43 കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്ത് മാതൃകയാകുകയാണ് പൊതുപ്രവർത്തകനായ ജോഷി കന്യാക്കുഴി. 10 വർഷങ്ങൾക്ക് മുൻപ് രാജാക്കാട് പഞ്ചായത്തിലെ 13 വീട്ടിൽ നിന്നും ആരംഭിച്ചതാണ് ഈ സേവന പ്രവർത്തനം. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന സാധനങ്ങൾ ഓണക്കിറ്റായി ഒരുക്കി ജോഷി വീടുകളിൽ എത്തിച്ചു നൽകും. 10 വർഷമായി ചെയ്തു വരുന്ന സേവനം ഇത്തവണ 43ഓളം വീടുകളിൽ എത്തിച്ചു നൽകി. നിർധന കുടുംബങ്ങൾക്കും കിടപ്പ് രോഗികൾക്കുമെല്ലാമാണ് ജോഷിയുടെ ഈ ഓണസമ്മാനം. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് ജോഷി കന്യാക്കുഴി. കോവിഡ് കാലത്തും പ്രളയസമയത്തും ജോഷി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസയ്ക്ക് ഇടവരുത്തിയിരുന്നു. ഇനിയും നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ജോഷിയുടെ ആഗ്രഹം. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അതിൽ നമ്മൾ പലരും ആഘോഷമായി മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും അവസ്ഥകൾ നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമ്മൾ ഈ അങ്ങനെ തീർത്തും നിർദ്ധരായ രോഗികളെയും കിടപ്പ് രോഗികളെയും കണ്ടെത്തി അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണ കിറ്റ് എത്തിച്ചുകൊണ്ട് അവരെയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സഹായം ചെയ്യുന്നുള്ള ദൗത്യമായിട്ടാണ് ഞങ്ങൾ ഈ 10ാമത്തെ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. ജോഷിക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകൻ അർജുൻ ഷിജു കിറ്റ് വിതരണത്തിൽ പങ്കുചേർന്നു. കേരള സമാജം കൂട്ടായ്മയും പടമുഖം സ്നേഹമന്ദിരത്തിലെ കുടുംബാംഗങ്ങളും സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയായ കേരള സമാജവും പടമുഖം സ്നേഹമന്ദിരത്തിലെ കുടുംബാംഗങ്ങളും സംയുക്തമായാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ ഓണാഘോഷ പരിപാടികൾ ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മഹാബലി തമ്പുരാൻ സ്നേഹത്തോടെ ജീവിക്കാനാണ് ലോകത്തോട് ഉദ്ബോധനം ചെയ്തത്. അതാണ് ഐതിഹ്യം. എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും സഹിഷ്ണുതയോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളാണ്. അതെല്ലാം ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊരു കുടുംബമായി സ്നേഹമന്ദിരത്തിൽ എത്തിയിരിക്കുകയാണ്. ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. എം.പി. ഡീൻ കുര്യാക്കോസ് അന്തേവാസികൾക്ക് ഓണസദ്യ വിളമ്പുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, സ്നേഹമന്ദിരം ഡയറക്ടർ വി.സി. രാജു, സുനിത സജീവ്, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, നോബിൾ ജോസഫ്, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ 6 ഏക്കറിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും പായസവും ഒക്കെ ഒരുക്കിയായിരുന്നു ആഘോഷം. ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ 6 ഏക്കർ നേതാജി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ഒരുമയുടെ സന്ദേശം വിളിച്ചോതി ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാരാവം 2024 എന്ന പേരിലായിരുന്നു പരിപാടികൾ. വാദ്യമേളങ്ങളുടെയും പുലികളിയുടെയും മാവേലിയുടെയുമൊക്കെ അകമ്പടിയോടെ ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഓണ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ശോഷിച്ചു പോയി. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല, ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ പ്രദേശത്താണ് ഇത്രയും ആഘോഷത്തോടുകൂടി ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അറിയാം എത്രയേറെ ബുദ്ധിമുട്ടുകളോടെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതെന്ന്. ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയിട്ടുള്ളവര് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇതിന്റെ സംഘാടക സമിതി കൂടിയപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അവര് കൃത്യമായി തീരുമാനിച്ചു. അവരുടെ പ്ലാനിങ് വളരെ വ്യക്തമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നതാണ് സന്തോഷം. പ്രായഭേദമന്യേ 6 ഏക്കർ നിവാസികൾ ഒത്തുചേർന്ന് ഒരുക്കിയ ഓണസദ്യയും പായസവുമൊക്കെ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഓണക്കളികളും മത്സരങ്ങളും സൗഹൃദ വടംവലിയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഈ നാട് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ 10 ദിവസക്കാലമായി. വ്യാപകമില്ലാതെ ഈ നാട്ടിലെ ആവാലവൃദ്ധം ജനങ്ങളും ഈ പരിപാടിയിലൊപ്പം ഉണ്ട്. ഈ പരിപാടിയിലെ മുഴുവൻ ആളുകളും ഇന്നും നാളെ നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ ആളുകളും പങ്കാളികളാണ്. അതോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ പോവുകയാണ് ഓണം. അത് ഈ നാട് ഇന്നേ വരെ കാണാത്ത ഒരു പുതിയ അനുഭവമാക്കി മാറ്റുകയാണ് സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനപരമായി.
തിരുവോണ ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രാദേശിക കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ ഷോയും അരങ്ങേറും. സാംസ്കാരിക വേദി പ്രസിഡന്റ് സുധീഷ് ദാസ്, സെക്രട്ടറി VM ബിജു, രക്ഷാധികാരികളായ PR സോമൻ, PP ദിവാകരൻ, ജോയി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. തമിഴ്നാട് മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ഇടുക്കിയിലെ ഉൾഗ്രാമങ്ങളിലും കാണാം. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് നിവാസികളായ മനോജും സാബുവുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. മലഞ്ചെരുവിൽ മഞ്ഞപ്പട്ടുകൾക്ക് സമാനമായി വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കരിമ്പൻ മുരിക്കാശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് മനോഹര കാഴ്ചയാണ്. തമിഴ്നാട്ടിലെ പ്രധാന കൃഷിയും വരുമാന മാർഗവുമാണ് ചെണ്ടുമല്ലി. എങ്കിലും ഇടുക്കിയുടെ മലയോരത്തധികമാരും ചെണ്ടുമല്ലി കൃഷിയിൽ താൽപ്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് ഗ്രാമത്തിലെ കർഷകരും സുഹൃത്തുക്കളുമായ കുളപ്പുറത്ത് മനോജും ചാറാടിയിൽ സാബുവും ചേർന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കുകയായിരുന്നു. കുരുമുളക് കൃഷിക്കായി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഇവർ 2000-ഓളം ചെണ്ടുമല്ലി തൈകൾ നട്ടു. 45 ദിവസമായപ്പോൾ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ 3 തവണ വിളവെടുക്കുന്നുണ്ട്. ഓണക്കാലമായതോടെ പൂക്കൾക്ക് സമീപ പ്രദേശങ്ങളിൽ തന്നെ ആവശ്യക്കാരുമുണ്ട്. ഞങ്ങൾ 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കുരുമുളക് കൃഷി എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥലം പാട്ടത്തിനെടുത്തത്. കുരുമുളകിന് ആവശ്യമായ താങ്ങുകാലൊക്കെ ഇട്ടു. താങ്ങുകാലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഭീമമായ ഒരു പൈസ ഞങ്ങൾക്ക് ചിലവായി. ഇപ്പം കുറച്ചെങ്കിലും പൈസ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇടവിള കൃഷിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. ആ ഇടവിള കൃഷി എന്തായിരിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ദിവസങ്ങളുടെ ആലോചനകൾക്ക് ശേഷമാണ് മാരിഗോൾഡ് അല്ലെ ബന്ദി അല്ലെ ജെണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന ഈ കൃഷിയിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഇതിനാവശ്യമായ വിത്ത് ഞങ്ങൾ തമിഴ്നാട് ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശേഖരിച്ച് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണ് മേടിച്ചു കൊണ്ട് പാകി. ഇപ്പോൾ ചെടി നട്ടിട്ട് 45-ാം ദിവസം ആദ്യത്തെ വിളവെടുക്കുകയാണ്. നല്ല രീതിയിലുള്ള പൂക്കളായി. വിപണിയിലെ വിലക്കുറവ് ഇവരെ പ്രതികൂലമായി ബാധിച്ചു. 150 രൂപ കിലോയ്ക്ക് ലഭിച്ചെടുത്ത ഇപ്പോൾ വില 100 രൂപയായി കുറഞ്ഞു. 150-ന് മുകളിൽ വില ലഭിച്ചാൽ കൃഷി ലാഭകരമാണെന്നാണ് ഇവർ പറയുന്നത്. കൃഷി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളും ഇവരെ സഹായിക്കും. വഴിയോരത്തെ ചെണ്ടുമല്ലിത്തോട്ടം കാണുവാൻ ഇതുവഴി കടന്നുപോകുന്ന ധാരാളം ആളുകളും എത്താറുണ്ട്. പ്രതിസന്ധികളെ അവഗണിച്ച കൃഷി വിപുലമാക്കുവാനാണ് ഈ കർഷക സുഹൃത്തുക്കളുടെ തീരുമാനം. കട്ടപ്പന വെള്ളയാങ്കുടി ഓർക്കിഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓർക്കിഡ് ഫ്രണ്ട്സ് കൂട്ടായ്മ പ്രസിഡന്റ് തോമസ് ഇടക്കാലത്ത് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ അണുകുടുംബങ്ങളിലേക്കൊക്കെ ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം മാറിയപ്പോൾ ആളുകളുമായി കൂടുതൽ ബന്ധങ്ങളും ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കി കൊണ്ടുപോകുവാനും ഒക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ന് വളരെ സഹായകരമായി മാറുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ആ കൂട്ടായ്മകൾ അല്ലെങ്കിൽ സംഘങ്ങളൊക്കെ വളരെ മാതൃകാപരമായ നിലയിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവരുടെ ഇടയിലുള്ള ഒരു ബന്ധങ്ങൾ എന്നുള്ളത് മാത്രമല്ല, നാട്ടിലെ പല കാര്യങ്ങളിലും കൂട്ടായി ഇടപെടുന്നതിനും അതോ പല സഹായങ്ങൾ നൽകുന്നതിനുമൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഓർക്കിഡ് ഫ്രണ്ട്സ് കൂട്ടായ്മ സെക്രട്ടറി ഡോക്ടർ KM ജേക്കബ്, MM ജോസഫ്, മൊൻസി മണ്ണറിയാന്തല, മാത്യു കരിയിലക്കുളം, സാജൻ കുറിച്ചിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാങ്കുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണോത്സവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും എറണാകുളം മേഖലാ യൂണിയനിൽ നിന്നും ക്ഷീരകർഷകർക്ക് നൽകിയിട്ടുള്ള ഓണം അധിക വില വിതരണ ഉദ്ഘാടനവും
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ഞങ്ങൾ ആ കാര്യങ്ങൾ കർഷകർക്ക് അവരുടെ കുടുംബത്തിലേക്ക് അവർക്ക് ലഭിക്കാവുന്ന ഏത് ആനുകൂല്യമാണോ കൂടുതൽ ക്ഷീരമേഖലയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നല്ല പദ്ധതികൾ ഏറ്റെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോളി സുനിൽ സമ്മാന വിതരണം നടത്തി. സംഘം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, ബിജുമോൻ വടക്കേക്കര, പ്രസാദ് കുഴിയോഴത്തിൽ, ജോമോൻ ടോമി, ആൽബിൻ സന്തോഷ്, ഷൈനി തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശവുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ICDS ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ പോഷന്മാർ 2024 സംഘടിപ്പിച്ചു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും നടന്നു. എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ICDS ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ പോഷന്മാ 2024 സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും പോഷന്മാ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. അംഗൻവാടി ടീച്ചർമാരായ നിങ്ങൾ തന്നെ ഓരോ അമ്മമാർക്ക് അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കൾക്കും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയെല്ലാം വിവിധ തരത്തിലുണ്ടാക്കി എന്ന് ഒരേ രീതിയിൽ ഫുഡ് കൊടുത്ത് എല്ലാവർക്കും അടുത്തു പോകും. ആ ഒരു പ്രോഡക്റ്റും കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ വിവിധ രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു കാഴ്ചയും കൂടി കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരെയും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വൈസ് പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷനായിരുന്നു. പോഷകാഹാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മെറിൻ ക്ലാസുകൾ നയിച്ചു. പോഷകാഹാര പ്രദർശന മത്സരത്തിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. CDPO ശൈലജ VK, കൃഷിവകുപ്പ് ഡയറക്ടർ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മേരികുളം ഇൻഫാമിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മുതിർന്ന കർഷകരെ ആദരിച്ചു. ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 80 വയസ്സിന് മുകളിലുള്ള മുതിർന്ന കർഷകരെയാണ് മേരികുളം ഇൻഫാമിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ആദരിച്ചത്. പരിപാടിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി ചപ്പാത്ത് മരുതുംപെട്ടിയിലെ പൊതുപ്രവർത്തകനായ രാജേന്ദ്രൻ മാരിലിന്റെ പിതാവായ MK ഭാസ്കരനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പരിപാടി ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. അധ്വാനിച്ച് പ്രതിബന്ധം അതിജീവിച്ചു ഈ ഭാസ്കരനെ പോലെയുള്ളവർ ഇവിടെ അധികം നാളുകളെയൊക്കെ നമ്മൾ ഓർക്കെടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം പ്രതികൂലമായിരുന്നു, അനുകൂലമല്ല. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവര് അവിടെ ജീവിച്ചത്, അധ്വാനിച്ചത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചത്. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അങ്ങനെയുള്ളവരുടെ മക്കളുമൊക്കെ ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ ജീവിക്കുന്നത്. പഞ്ചായത്തിലെ 5ഓളം കർഷകരെയും അവരുടെ വീടുകളിൽ നേരിട്ടെത്തി ഇൻഫാം ഭാരവാഹികൾ ആദരിച്ചു. ഇൻഫാം മേരികുളം സംഘടനാ ഭാരവാഹികളായ ബാബു മാളിയേക്കൽ, സണ്ണി ആയിലുമാലി, ജോൺ കോഴിമണ്ണിൽ, രാജേന്ദ്രൻ മാരിയിൽ, ടോം തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. RMS സ്പൈസസിന്റെ പുതിയ ഷോറൂം കട്ടപ്പന സ്കൂൾ കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം തോപ്രാങ്കുടി സെന്റ് മരിയ ഗൊരേത്തി ദേവാലയ വികാരി ഫാദർ മാത്യു നെടുമ്പറമ്പിൽ നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി സ്പൈസസ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന RMS സ്പൈസസിന്റെ വിശാലമായ ഷോറൂമാണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം കണ്ണമുണ്ടയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 4 നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നാവിൽ കൊതിയൂറുന്ന വിവിധ രുചികളിലുള്ള മിഠായികൾ, വിവിധയിനം ചോക്ലേറ്റുകൾ, ഐസ്ക്രീം, വിവിധയിനം സ്പൈസസുകൾ തുടങ്ങിയവ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കും. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം തോപ്രാങ്കുടി സെന്റ് മരിയ ഗുരോത്തി ദേവാലയ വികാരി ഫാദർ മാത്യു നെടുമ്പറമ്പിൽ നിർവഹിച്ചു. നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്ന ഈ സ്ഥാപനം എന്നേക്കും അനുഗ്രഹീതമായി തീരട്ടെ, എപ്പോഴും എന്നേക്കും. എല്ലാവരെയും മാടികളെ ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ മിശിഹായേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അധ്വാനത്തിന്റെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കുവാൻ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ കഠിനാധ്വാനം ചെയ്ത കർത്താവേ, ഈ തൊഴിൽശാല അവിടുന്ന് ദയാപൂർവ്വം ആശീർവദിക്കണമേ.
സൂപ്പർ നാച്ചുറൽ സ്പൈസസിന്റെ ഉദ്ഘാടനവും ഫാദർ മാത്യു നെടുമ്പറമ്പിൽ നിർവഹിച്ചു. നമുക്കിത് നമ്മുടെ ഇടുക്കി ജില്ല ഒരു കർഷക ജില്ലയാണ്. ഇത് കൃഷിക്കാർക്ക് ഇതിൻ്റെ ഉപകാരങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ആദ്യം ആശംസിക്കുന്നത്. എല്ലാവരും കൃഷി നിർത്തുകയാണ്. യുവജനങ്ങൾ കൃഷിയിലേക്ക് വരുന്നില്ല. യൂത്ത് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കൂടുതൽ യുവജനങ്ങൾ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടാൻ ഈ പ്രസ്ഥാനം കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. കൂടുതൽ യുവജനങ്ങൾ കൃഷി ചെയ്യാനായിട്ട്, കൃഷിയോട് താല്പര്യമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരാനായിട്ട് കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോൾ ആരോട് സംസാരിച്ചാലും നമ്മളിപ്പോൾ കേൾക്കുന്ന വളരെ നിരാശാജനകമായൊരു കാര്യമാണ്, കൃഷി കൊണ്ടൊരു കാര്യമില്ല, കൃഷി ചെയ്തിട്ട് പ്രയോജനമില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കൃഷി ചെയ്യാനായിട്ട് ഇനി ഇവിടെ ആരാണ് നിൽക്കുന്നത്? അത് വലിയൊരു അപകടകരമായ സൂചനയാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത്. കൃഷി നിന്നു പോവുക എന്ന് പറയുന്നത്, ഇടുക്കി ജില്ലയിൽ കൃഷി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷി നിലച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നവരാകണം. കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. RMS ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉദ്ഘാടനം GCTC ഡയറക്ടർ ജോജോ മാത്യു കണ്ണമുണ്ടയിലും, മുത്തൂറ്റ് സെക്യൂരിറ്റീസിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽസ് ഓഫീസർ വൈശാഖ് PS നിർവഹിച്ചു. 11 രാജ്യങ്ങളിലേക്ക് വിവിധ സുഗന്ധവ്യഞ്ജനങ്ങൾ RMS സ്പൈസസ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 50ഓളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന ചെറുതോണി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് കൾബോൾസം ചെടികൾ. മൺസൂൺ കാലാവസ്ഥയും ഓണവും ഹൈറേഞ്ചിലേക്ക് ആളുകളെ മാടി വിളിക്കുകയാണ്. ഈ യാത്രകൾ കുറച്ചുകൂടി മനോഹരമാക്കുകയാണ് പാതയോരങ്ങളിലെ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം വിരിഞ്ഞു നിൽക്കുന്ന കൾബോൾസം പൂക്കൾ. മൺസൂൺ യാത്രയിൽ ഏറെ ആസ്വാദികരമായ പാതയാണ് കട്ടപ്പന ചെറുതോണി റോഡ്. ഓണ അവധി പ്രമാണിച്ച് നിരവധി സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. ചെറുതോണി കട്ടപ്പന റോഡിലൂടെ എത്തുന്നവർക്ക് മറ്റൊരു കാഴ്ച കൂടി ഒരുക്കുകയാണ് പ്രകൃതി ഇപ്പോൾ. കോടമഞ്ഞ് പുതച്ച് താഴ്വാരങ്ങളെ കീറിമുറിച്ചുള്ള പാതകളുടെ വശങ്ങളിലെല്ലാം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപമെല്ലാം കൾബോൾസം ചെടികൾ കാഴ്ചാവിരുന്ന് ഒരുക്കുകയാണ്. പശ്ചിമഘട്ടത്തിലെ നനവാർന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ചെറു സസ്യമാണിത്. ഇതിന്റെ വേരുകൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. 2-3 ഇലകൾ മാത്രമാണ് സസ്യത്തിനുണ്ടാവുക. അവ ദീർഘവൃത്തം, വൃത്തം എന്നിങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ചെടികളിൽ വിരിയുന്ന ചെറു പുഷ്പമാണ് ഓരോരുത്തരുടെയും മനം കവരുന്നത്. ഒരേ സമയം ഒന്നിലധികം പൂക്കൾ വിരിയും. പൂക്കൾ ഒന്നിലധികം ദിവസം നിലനിൽക്കും. വെളുപ്പ് മുതൽ കടും പിങ്ക് വരെ പല നിറങ്ങളിലും പൂക്കൾ കാണാനാകും. വെള്ളച്ചാട്ടങ്ങളോടൊപ്പം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏറെ കൗതുകവും ആകർഷണീയവുമാണ്. മൺസൂണിന്റെ അവസാനത്തോടെ ഈ ചെടികൾ നശിക്കുകയും ഈ വസന്തം അവസാനിക്കുകയും ചെയ്യും. എന്തൊക്കെയായാലും ഓണോത്സവ നാളുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തുന്നവരെ വഴിയോരങ്ങളിലെ ഈ കാഴ്ച ഏറെ ആകർഷിക്കുന്നതാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 220, വിൽപ്പനയ്ക്ക് വന്നത് 59,938, വിൽപ്പന നടന്നത് 59,700, കൂടിയ വില 2,737, ശരാശരി വില 2,260. കട്ടപ്പന കമ്പോളം.
കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2200, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6865 രൂപ, വെള്ളി 97. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അവധിക്കച്ചവടത്തിന്റെ പേരിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതി പിടിയിൽ. പിടിയിലായത് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ. അടിമാലി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിൽ നിന്ന്. മൂന്നാർ ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലെന്ന് കണ്ടെത്തിയതായ റിപ്പോർട്ടിൽ സർക്കാർ ഭൂമിയിൽ പട്ടയം കിട്ടിയെന്ന് കാണിച്ചായിരുന്നു ഭൂമി കയ്യേറിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും കണ്ടെത്തൽ. കാന്തല്ലൂരിലടക്കം സംസ്ഥാനത്ത് കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയതായി RRTകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യം ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വനവകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും RRTകൾ സ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. തിരുവോണത്തിനായി സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ കട്ടപ്പന ടൗണിലും മാർക്കറ്റിലും അനുഭവപ്പെട്ടത് ആളുകളുടെ വൻ തിരക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.